എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് ഇടവക വികാരിയുടെ ചുമതലകളിൽ നിന്ന് വൈദികൻ രാജിവെച്ചു. കടമക്കുടി സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയാണ് രാജിവെച്ചത്. ജനാഭിമുഖ കുർബാന പൂർണ്ണ അവകാശമായി ചൊല്ലാൻ സാധിക്കുന്ന സമയത്ത് ചുമതല ഏറ്റെടുക്കുമെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു. എന്റെ ആവശ്യം ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ എന്റെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കും. കുർബാന വിഷയത്തിന്റെ പേരിൽ ഇവിടെ ഒരു തല്ലും വഴക്കുണ്ടാവരുത്, അതുണ്ടാവണമെന്നാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. വിവരങ്ങളുമായി അൻമരിയ സണ്ണിയാണ് ചേരുന്നത്. അൻമരിയ, ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ഉള്ള ഒരു വാദം, അത് ഒരു പൂർണ്ണ അവകാശമായി കിട്ടുന്നതുവരെ ഈ ചുമതല ചെയ്യില്ല എന്നാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നത്. സഭയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ ഇതിനോട്? ക്രിസ്റ്റീന, സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അത് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ രാജി അത് സഭയിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിയതിനു ശേഷമായിരിക്കും കൃത്യമായിട്ട് സിറോ മലബാർ സഭയുടെ ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അതൊരു ഏകദേശം ഒരു സമവായത്തിലേക്ക് എത്തിയതാണ്. ഞായറാഴ്ചകളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന, ബാക്കി ദിവസങ്ങളിലെല്ലാം ജനാഭിമുഖ കുർബാന നടക്കുന്ന പള്ളികളിൽ ആ രീതിയിൽ ജനാഭിമുഖ കുർബാനയായിട്ട് തന്നെ തുടരാം. പക്ഷേ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഏകീകൃത കുർബാന ചൊല്ലുക എന്ന രീതിയിലേക്കായിരുന്നു സമവായ രീതിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ എന്നത് മുതൽ സാധിക്കുന്നോ അന്ന് മുതലായിരിക്കും താൻ ഇനി ഇടവക വികാരി എന്ന ചുമതല ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:45 ഞായറാഴ്ച കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.